ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ഫോട്ടോ എഡിറ്റിനിടെ കണ്ടാലോ. രാവിലെ തന്നെ ഞാൻ എണീറ്റ് ദോശയും സാമ്പാറും കഴിച്ചു കേട്ടോ. ചട്നി ഉണ്ടായിരുന്നു, ഞാൻ ചട്നി എടുത്തില്ല. ഞാൻ ചായയും കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശ, സാമ്പാർ, ഇഡ്ഡലി, സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഉച്ചയ്ക്ക് നമ്മളിത് ലഞ്ചിനായിട്ട് നല്ല ചോറ്, സാമ്പാർ, ഈ നമ്മുടെ കോവയ്ക്ക മെഴുക്കില്ലേ അത്, പിന്നെ നെത്തോലി ഫ്രൈ, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, അതെല്ലാം. പിന്നെ തൈരും എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതെല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. നല്ല അടിപൊളി ഫീലാണ് ഗൈസ്, ഇങ്ങനെ ചോറും ഇത്രയും കറികളൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇങ്ങനെ ചോറൊന്നും കഴിക്കില്ല. ഇതിപ്പോൾ നാട്ടിൽ വന്നപ്പം ഇങ്ങനെ കഴിക്കുന്നതാണ്. നാട്ടിൽ വന്നിട്ട് ഇനി കഴിക്കാനായിട്ടൊന്നുമില്ല, കൊതിയുള്ള എല്ലാം ഞാൻ കഴിച്ചു ഗൈസ്. സോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ് അതെല്ലാം ഞാൻ ആസ്വദിച്ച് കഴിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ഷുഗർ ക്രേവിങ്. എന്തെങ്കിലും ഈ ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കും. ഇങ്ങനെ കേക്ക്സോ ചോക്ലേറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഇവിടെ വീട്ടിലെപ്പോഴും കാണും. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി കൊതി വന്നെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്ത് തന്നെയാണ്. ചോക്ലേറ്റ് ഫഡ്ജ് സൺഡേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, ഭയങ്കര ചോക്ലേറ്റി. സോ ഞാനത് ഭയങ്കര ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് ഈവനിങ്ങിൽ നമ്മൾ പ്ലം കേക്കും ചായയാണ് കുടിച്ചത്. പ്ലം കേക്ക് പണ്ടൊന്നും എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഒരിടയ്ക്ക് വെച്ചിട്ട് കഴിച്ചു, എനിക്കങ്ങ് പിന്നെ ഭയങ്കര ഫേവറേറ്റായി. അതും ചായയും കുടിച്ചു. നൈറ്റാണ് ഗൈസ്, ഒരു കിടിലം ഒരു ഡിന്നറായിരുന്നു. ഉച്ചയ്ക്കത്തെ സാമ്പാറും ചോറും പിന്നെ ചക്കയും ഞണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ഞണ്ട് കിട്ടിയപ്പോൾ പിന്നെ മമ്മി രാത്രിയും ഡിന്നറിന് ചോറ് തന്നെ എനിക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മമ്മി എക്സ്ട്രാ കറികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഫിഷ് ഫ്രൈ ചെയ്തായിരുന്നു, ചക്കയും ഞണ്ടും പിന്നെ നമ്മുടെ പയറും മിഴുക്കും. സാമ്പാർ ഉച്ചക്കലത്തെ ആയിരുന്നു. അതെല്ലാം കൂട്ടി ഞാൻ അടിപൊളിയായിട്ട് കഴിക്കുകയാണ്. ഇത് ഞണ്ടിൻ്റെ തോരനാണ് കേട്ടോ. ഇത് മമ്മിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. മമ്മിയുടെ അമ്മ മമ്മിക്ക് പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ ഫോട്ടോ എഡിറ്റിൻ്റെ ഡേ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ, ടേക്ക് കെയർ.